ഈ ദീനിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ പാടില്ല. നമ്മൾ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു, വളരെ വ്യക്തമായി ഇത് സമൂഹത്തെ പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കലും എതിർക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ടുവരാൻ പാടില്ല. ഇവർക്ക് വന്ന ദുരന്തം അതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തി പുറത്തു പോയപ്പോ ന്യായം പറയാനില്ല. എന്താ നിങ്ങൾ പിളർത്തി വന്നത്? ഈ മഹത്തായ പ്രസ്ഥാനത്തെ എന്തിനാണ് ഈ രൂപത്തിൽ നിങ്ങൾ ക്രൂശിച്ചത്? ഇപ്രകാരം നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോ ന്യായം പറയാൻ വേണം. അതിന് ജിന്നിനെ പിടിച്ച് ഒരു സിഹിർ പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിർക്കാമെന്നാ വിചാരിച്ചത്. അപ്പൊ നിൽക്കാനൊരാളെ കിട്ടണം, എന്നും പറയാൻ പറ്റിയ ഒരാളെ കിട്ടണം. അതിന് കിട്ടിയപ്പോ നോക്കുമ്പോ പറ്റിയ ആളാരാ? സലാഹുല്ലമിയ മുന്നിൽ നിർത്തി ദഅവത്ത് നടത്തി. അവസാനം വന്നപ്പോഴോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ തള്ളിക്കളയുന്ന പിച്ചിച്ചി എന്നൊരു സമൂഹം പുറകിലുണ്ടായി. ഇപ്പൊ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ, ചെകുത്താനും കടലിൽ നടുക്കുന്നത് പറഞ്ഞതുപോലെ അവിടെ പെട്ടു നിൽക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുള്ള ആളാണ് ഈ മനുഷ്യൻ സലാഹുല്ലമി. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അത് സ്വീകരിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമായതുകൊണ്ട് അതുകൂടി പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് മനുഷ്യന്റെ മയ്യത്ത് തിന്നാം. നിങ്ങൾ ലോകത്ത് വേറെ ആരും അത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ വീണ് മരിച്ചാല് അയാളെ മുറിച്ച് എന്നിട്ട് കറി വെച്ച് കൂട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇതെങ്ങാണ്ട് ഒരാൾ വായിച്ചു പഠിച്ച അയാളുടെ മുന്നെങ്ങാണ്ട് നമ്മൾ വീണ് മരിച്ചാൽ അവസ്ഥ ആലോചിച്ചാൽ അയാള് പിടിച്ച് ബിരിയാണി വെക്കൂല നമ്മള്. അപ്പൊ ഈ രൂപത്തിൽ എത്ര അപകടകരമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇസ്രായേൽ പ്രസ്ഥാനം പറഞ്ഞതാ? മുജാഹിദിന്റെ വാദ അല്ല. അത് വാദമായിട്ട് കൊണ്ടുനടക്കാൻ പാടില്ല. ഇതാ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞു പോയാൽ നാളെ പറയാം അത് വെറുതെയാണല്ല. ഇത് മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന പുസ്തക, മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന പുസ്തകമാണ്. ഇതില് സംശയങ്ങളുണ്ട്. അവസാന സംശയത്തിന് മറുപടി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ പറയാണ്, ഇസ്ലാം വളരെ ബഹുമാനത്തോടു കൂടി മൃതദേഹത്തെ മറവ് ചെയ്യാൻ കൽപ്പിക്കുകയാണ് പൊതുവായി നിർദ്ദേശിക്കുന്നത്. പൊതുവായ നിർദ്ദേശം അതാണ്. എന്ത്? ഒരാൾ മരിച്ചാല് എന്തെടുക്കണം? വളരെ ബഹുമാനത്തോടു കൂടി മൃതശരീരത്തെ മറവ് ചെയ്യാൻ കൽപ്പിക്കാൻ പൊതുവായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ താഴെ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നിർദ്ദേശത്തിന് ചില ഇളവുകൾ നൽകുന്നുണ്ട്. അതാ മൂപ്പറ ഏറ്റവും വലിയ വീക്ക്നെസ്. ഈ ഇളവുകൾ നൽകുന്നുണ്ടെന്നാ. ഒരാൾ മരിച്ചാല് മയ്യത്ത് മറമാടേണ്ടതില്ല, ചില ഇളവുള്ള സമയമുണ്ട്. ഏതുപോലെ ഇപ്പൊ നിസ്കാരം ഉണ്ടല്ലോ, അത് നിസ്കാരത്തിന് ഇളവുള്ള സമയമുണ്ടല്ലോ, നോമ്പിൽ ഇളവുള്ള സമയമുണ്ടല്ലോ. അതുപോലെ മയ്യത്ത് മറമാടുന്നതിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടുന്ന സമയങ്ങളിൽ ഒന്നാമത്തെ ഇളവ് എപ്പോഴാണെന്നറിയോ? ഒരു മനുഷ്യന് വിശപ്പ് കഠിനമായി, ഒരാൾക്ക് നല്ല വിശപ്പ്, അങ്ങനെ കഠിനമായി അവന്റെ അടുത്തൊരു മനുഷ്യന്റെ മൃതശരീരമുണ്ടെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. ഒരാൾക്ക് വിശപ്പ് കഠിനമായി, മുന്നിൽ കിടന്ന ആളാരാ? ഒരു മയ്യത്താണ്. അങ്ങനെ മയ്യത്തിന് കിട്ടിയാൽ ഈ മയ്യത്തിനെ തിന്നുന്നതിൽ വിരോധമില്ല. സുബ്ഹാനല്ലാഹ്. നിർബന്ധിതമായ അവസ്ഥയിലാണ് ഈ ഇളവ് അവന് ലഭിക്കുന്നത്. നിർബന്ധിതമായ അവസ്ഥയിലേ പറ്റുള്ളൂ കേട്ടോ. മറ്റെന്തെങ്കിലും നിർബന്ധമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ വേണ്ട, നിർബന്ധിതമായ അവസ്ഥയിലാണെങ്കിൽ ചെയ്തോളൂന്നാ. ഇത് സലാം സുലമി എഴുതിയതാ. ഇത് ഞാൻ സലാം സുലമി എഴുതിയെന്ന് പറയുന്ന നാളെ ഞങ്ങളുടെ ആദർശാദ് എന്ന് പറഞ്ഞ് നടക്കാൻ വേറെ ഒരാളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ രൂപത്തിൽ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട വിവരക്കേട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വിവരക്കേടാ ഇവിടെ ഇരുന്നോളട്ടെ എന്ന് വിചാരിക്കല്ലാതെ അതിന് ന്യായീകരിക്കാൻ പോകരുത്. അതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഖുർആനും സുന്നത്തിനും അനുസരിച്ച് പറഞ്ഞാൽ സ്വീകരിക്കും, അതിനപ്പുറം പറഞ്ഞാൽ തള്ളും. ഇത് നേരെ തിരിച്ചാണ്. ഖുർആനും സുന്നത്തിനും അനുസരിച്ച് പറഞ്ഞാൽ തള്ളും, അതിനപ്പുറം പറഞ്ഞാൽ സ്വീകരിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് സലാഹു സുലമി ആളുകളെ കൊണ്ടുപോയി എത്തിച്ചുന്ന, മടവൂരികളെ കൊണ്ടുപോയി എത്തിച്ചുന്ന. എന്നാൽ മയ്യത്ത് സംസ്കരണ മുറയിൽ മയ്യത്ത് തിന്നാമെന്ന് പറഞ്ഞപ്പോ മുജാഹിദുമായി നമ്മൾ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇതെന്താണെന്നറിയോ? ഇത് 98 സെപ്റ്റംബറിലെ ശബാബ. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ചിലര് പറയും സലാഹു സുലമി ചീത്ത പറയാണ്. സലാഹു സുലമി ചീത്ത പറയല്ല. മടവൂരികൾ ആ ആദർശം ഏറ്റെടുത്തപ്പോൾ അതിനെ എതിർക്കുകയാണ്, അതിനെതിരെ സംസാരിക്കുകയാണ്. കേട്ടോളൂ. ഇത് 98 സെപ്റ്റംബർ മാസത്തിലെ ശബാബ്. ഈ ശബാബിൽ എന്താ ചോദ്യം? കേട്ടോ. നിർബന്ധിതാവസ്ഥയിൽ മനുഷ്യന്റെ മൃതദേഹം ഭക്ഷിക്കാമെന്നോ? ഒരു ചോദ്യം. കേട്ടോളൂ. ഇസ്ലാം വളരെ ബഹുമാനത്തോടുകൂടി മൃതശരീരത്തെ മറവ് ചെയ്യാൻ കൽപ്പിക്കുകയാണ് പൊതുവായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ താഴെ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നിർദ്ദേശത്തിന് ചില ഇളവുകൾ നൽകുന്നുണ്ട്. ഒരു മനുഷ്യന് വിശപ്പ് കഠിനമായി അവന്റെ അടുത്തൊരു മനുഷ്യന്റെ മൃതശരീരമുണ്ടെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. നിർബന്ധിതമായ അവസ്ഥയിലാണ് ഇളവ് അവന് ലഭിക്കുന്നത്. ഒരു മൗലവിയുടെ മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് പേജ് 181. എന്നിട്ട് ചോദ്യം ആരംഭിക്കണം. ഈ ഉദ്ധരണി കൊടുത്തിട്ട് എന്താ? മനുഷ്യ മൃതദേഹം ഭക്ഷിക്കാനുള്ള ഈ ഇളവ് ഇസ്ലാം നൽകിയതാണോ അതോ തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ?
ആരാ ചോദിക്കണത്? ഒരു ചോദ്യകർത്താവ്. എവിടെയാ ചോദ്യം? ശബാബില്. തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ? ആമസോൺ വനത്തിലെ പ്രാകൃത മനുഷ്യൻ പോലും ചെയ്യുമെന്ന് തോന്നാത്ത ഈ ശവം തീറ്റ ഇസ്ലാം അനുവദിച്ച ഇസ്ലാമിൽ ജാഹിലിയ കാലഘട്ടത്തിൽ എന്ന പോലെ ദുഷിച്ച സംസ്കാരം കടന്നുകൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ സുന്ദരമുഖത്തെ വികൃതമാക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പ്രവാചക കാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചതാണോ? ഇസ്ലാം അംഗീകരിച്ചതെല്ലാം നാലാളുടെ മുമ്പിൽ പറയാൻ കൊള്ളുന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യമാംസം തിന്നുന്നതിന് എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയും? വിശപ്പ് മാറ്റാൻ മൃതദേഹം ഭക്ഷിക്കാൻ ഇളവനുവദിച്ച ഇസ്ലാമിന് ഒരു ചാൻ വയറിന് വേണ്ടി വ്യഭിചരിക്കുന്ന വേശ്യകളെയും അംഗീകരിക്കാൻ സാധിക്കുമോ? ഇസ്ലാം വിശപ്പിനാണോ മനുഷ്യത്വത്തിനാണോ പ്രാധാന്യം നൽകിയത്? ഭക്ഷിക്കാൻ അനുവാദം നൽകുക വഴി മൃതദേഹത്തിന്റെ ബന്ധുക്കളോട് ഇസ്ലാം കാരുണ്യം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഖുർആനിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് അഥവാ ശവം തിന്നൽ നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഹുജറാത്ത് 12. മൃതദേഹം ഭക്ഷിക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണെന്നുകൂടി ഈ വചനങ്ങളിൽ നിന്ന് ഗ്രഹിക്കാമല്ലോ. ഈ വിഷയത്തിൽ മുസ്ലിമിന്റെ വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ ബുക്ക് വായിച്ചിട്ട് ഒരാൾക്ക് സംശയം തോന്നിയാണ്, ഇതെന്താണ് ഈ പറയണത്? മനുഷ്യന്മാരെ തിന്നാന്നോ? മനുഷ്യന്റെ മയ്യത്ത് തിന്നാന്നോ? പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട്, ചൈനക്കാര് പട്ടിയെ തിന്നും. അതിനൊരു ന്യായം കൂടി പറഞ്ഞത്, അക്കാലു കൽബിൻ ചീനനാരു കാലു ലഹു കശാത്തിൻ നാലു കാലും വാലു. ചൈനക്കാരെ അവര് പട്ടിയെ തിന്നുമ്പോ ന്യായം പറയുന്നത് അക്കാലു കൽബിൻ ചീനനാരു, ചൈനക്കാര് പട്ടിയെ തിന്നുന്നവരാണെന്ന. എന്നിട്ട് കാലു ഒരു ന്യായം പറയുന്നത് ലഹു കശാത്തിൻ നാലു കാലും വാലു, അതിന് ആടിനെ പോലെ 4 കാലൊരു വാലുണ്ട്, ആർക്ക് പട്ടിക്കും എന്ന് ഒരു ന്യായം പറയരുത്. ഇവിടെ എന്ത് ന്യായം പറയുള്ളത്? 2 കാലുള്ള മനുഷ്യരെ തിന്നാന്നോ? എന്ത് ന്യായമാണ് എന്ന് ചോദിച്ചപ്പോ അന്ന് നൽകിയ മറുപടി കേട്ടോളൂ. ഈ ചെറിയ മുണ്ടൻ ഗ്രൂപ്പ് ഒന്നും ഇന്നൊന്നും ഉണ്ടായതല്ല, വളരെ നേരത്തെ ഉള്ളതാ. അപ്പൊ അന്ന് കിട്ടിയ മറുപടി എന്ന് കേട്ടോളൂ: നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹവും തിന്നാമെന്നൊരു പ്രസ്താവന വിശുദ്ധ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. ഇവര് ഹദീസിലുള്ളത് തള്ളണമെന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സലാസുലബി അലിമല്ലാക്കയും കരിമ്പലാക്കൽ അബ്ദുൽ ലത്തീഫ് ഒക്കെ പറയുന്നത് ഹദീസ് തള്ളണമെന്നാ. എന്നിട്ട് ഹദീസിലും ഇല്ല ഖുർആനിലും ഇല്ലാത്ത ശവം തീറ്റ ഇസ്ലാമിന്റെ പേര് പറയാം. ഖുർആനും ഇതിനകത്ത് പറയാത്ത ശവം തീറ്റ ഇസ്ലാമിന്റെ പേര് പറഞ്ഞു. നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹം തിന്നാമെന്നൊരു പ്രസ്താവന വിശുദ്ധ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കഠിനമായ വിശപ്പ് അനുഭവിച്ച ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അവർ മനുഷ്യ മൃതദേഹം ഭക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒറ്റ ഹദീസില റസൂലുള്ളാഹ് നമുക്കറിയാം, ഹന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടേണ്ടി വന്നിട്ടുണ്ട്. പിടിയടാ അബൂബക്കർ, അറുക്കടാ, ഇന്ന് ഉച്ചക്കവൻ മതി എന്ന് പറഞ്ഞോ? ഇല്ല. ഉമറിനെ പിടിച്ചറുക്കടാ, ഇന്ന് ഉച്ചക്കവൻ മതി എന്ന് പറഞ്ഞോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മയ്യത്ത് തിന്ന് വിശപ്പടക്കിയോ? ഇല്ല. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹ്. അപ്പോഴൊന്നും ഈ മൃതദേഹം ഭക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ നിർബന്ധിതാവസ്ഥയിൽ അനുവദനീയമാകുമെന്ന് ഖുർആൻ 5:3 വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിർബന്ധിതമായ അവസ്ഥയിൽ തിന്നാമെന്ന്. ഖുർആൻ നിഷിദ്ധമായി പ്രഖ്യാപിച്ച ഇനങ്ങളിൽ ഒന്നാണ് ശവം. അപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നാമെന്ന് ഗ്രഹിക്കാം. ഇവിടെ ശവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ടത് ചത്ത മൃഗമാണ്. ഉപരിക്ത ഖുർആൻ വാക്യത്തിലെ മൈത്ത ബ്രാക്കറ്റിൽ ശവം എന്ന പദത്തിന്റെ അർത്ഥപരിധിയിൽ മനുഷ്യന്റെ മൃതദേഹം ഉൾപ്പെടുകയില്ല. ഏറ്റവും കടുത്ത നിർബന്ധിതാവസ്ഥയിൽ ഏകദൈവ വിശ്വാസത്തെ തള്ളിപ്പറയുക എന്ന അത്യന്തം ഗുരുതരമായ കുറ്റം പോലും നിഷിദ്ധമല്ലാതാകുമെന്ന് വിശുദ്ധ ഖുർആൻ 16:106 വ്യക്തമാക്കിയിരിക്കെ അത്തരം അവസ്ഥയിൽ എന്തും തിന്നാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് നിർബന്ധിതാവസ്ഥ? കേവലം വിശപ്പോ പട്ടിണിയോ ഉള്ള സന്ദർഭമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഷിദ്ധമായ കാര്യം ചെയ്തില്ലെങ്കിൽ മരിക്കുമെന്നോ കൊല്ലപ്പെടുമെന്നോ ബോധ്യം വരുന്ന അവസ്ഥയിലാണ് നിഷിദ്ധത നീങ്ങുന്നതെന്നത്രേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത്. ഏതായാലും മയ്യത്ത് സംസ്കരണ മുറകളുടെ കൂടെ ഒരു മയ്യത്ത് ശാപ്പാട്ട് മുറയെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് പ്രസക്തിയില്ലെന്നാണ് മുസ്ലിം കരുതുന്നത്.
മയ്യിത്ത് സംസ്കരണ മുറ പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു ശാപ്പാട്ട്, മയ്യിത്ത് ശാപ്പാട്ടിനെ കുറിച്ച് പറയണോ? അതിൽ പ്രസക്തിയില്ലെന്നാണ് മുസ്ലിം കരുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സച്ചരിതരായ പൂർവികരോ മയ്യിത്ത് നിന്ന് ജീവൻ നിലനിർത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തതിനാലും നമ്മുടെ കാലത്തും ദേശത്തും അത് അനിവാര്യമായി തീരാൻ മിക്കവാറും സാധ്യതയില്ലാത്തതിനാലും ആലങ്കാരികമായ ശവം തീറ്റയെ പോലും വിശുദ്ധ ഖുർആൻ അപലപിച്ചിട്ടുള്ളതിനാലും ഇസ്ലാമിനെ മയ്യിത്ത് തീറ്റയിൽ നിന്ന് മുക്തമാക്കുകയാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്ക്, ഇങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായം ആരെങ്കിലും പറഞ്ഞ